നമസ്കാരം. ദീർഘത്തിലേക്ക് സ്വാഗതം. ഫ്രാൻസിൽ താപനില കുതിച്ചുയരുന്നതിനെ തുടർന്നുണ്ടായ കാട്ടുതീ പ്രതിസന്ധിയാണ് ഇന്നത്തെ പ്രധാന വാർത്ത. ഒപ്പം ബെഞ്ചമിൻ നെതന്യാഹുവും ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള നിർണായക കൂടിക്കാഴ്ചയെക്കുറിച്ചും മിന്നൽ പ്രളയ ഭീഷണിയെ നേരിടാൻ ഒമാൻ അത്യാധുനിക സാങ്കേതികവിദ്യ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുന്നത് എന്നതിനെക്കുറിച്ചും നമ്മൾ പരിശോധിക്കും. തെക്ക് പടിഞ്ഞാറൻ ഫ്രാൻസിൽ കാട്ടുതീ കൂടുതൽ രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അടിയന്തര സേനാ വിഭാഗങ്ങൾ അതീവ ജാഗ്രതയിൽ. മേഖലയിൽ പുതിയ ഉഷ്ണതരംഗത്തിന് സാധ്യതയുള്ള സാഹചര്യത്തിലാണ് ഈ മുന്നറിയിപ്പ്. ബുധനാഴ്ചയോടെ താപനില 40 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഉയരുമെന്നാണ് പ്രവചനം. ഇത് ജിറോണ്ട് മേഖലയിൽ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങളെ സാരമായി ബാധിക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു. ബിബിസിയും അൽ ജസീറയും റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം തീ പടരുന്നത് തടയാനും ജനവാസ മേഖലകൾ സംരക്ഷിക്കാനും അഗ്നിശമന സേന രാപ്പകൽ അധ്വാനിക്കുകയാണ്. എന്നാൽ ഉയർന്ന താപനിലയും കുറഞ്ഞ ആർദ്രതയും മാറിക്കൊണ്ടിരിക്കുന്ന കാറ്റിന്റെ ഗതിയും ഇതുവരെയുള്ള പ്രവർത്തനങ്ങളെ അവതാളത്തിലാക്കുമോ എന്ന ആശങ്കയുണ്ട്. ഈ സീസണിൽ മാത്രം ജിറോണ്ടിൽ ആയിരക്കണക്കിന് ഹെക്ടർ വനഭൂമി ഇതിനകം കത്തിനശിച്ചു കഴിഞ്ഞു. താപനില ഉയരുന്ന സാഹചര്യത്തിൽ ഉയർന്ന ജാഗ്രതാ നിർദ്ദേശമാണ് അധികൃതർ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ദുർബല വിഭാഗങ്ങളെ സംരക്ഷിക്കുന്നതിനും പുതിയ തീപിടുത്തങ്ങൾ നിരീക്ഷിക്കുന്നതിനുമായി അടിയന്തര സേനാ വിഭാഗങ്ങൾ തങ്ങളുടെ പ്രവർത്തനം കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. ഈ ആഴ്ച മുഴുവൻ കടുത്ത ചൂട് തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകരുടെ മുന്നറിയിപ്പ്. ഇത് പ്രാദേശിക സംവിധാനങ്ങൾക്ക് വലിയ സമ്മർദ്ദമാണ് നൽകുന്നത്. നിലവിൽ തീ നിയന്ത്രണവിധേയമാക്കാൻ ശ്രമങ്ങൾ തുടരുന്നുണ്ടെങ്കിലും സമീപകാലത്തെ ഏറ്റവും വലിയ കാലാവസ്ഥാ പ്രതിസന്ധികളിലൊന്നാണ് ഈ മേഖല നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ടെഡ്രതിനു വേണ്ടി റിപ്പോർട്ട്. സൗദി അറേബ്യയുടെ 2026 ദേശീയ ദിനാഘോഷങ്ങൾക്കായുള്ള ഔദ്യോഗിക ലോഗോയും ദൃശ്യരൂപവും പുറത്തിറക്കി. നമ്മുടെ അഭിമാനം നമ്മുടെ പ്രകൃതിയിൽ ടെഗെ നെയ്റോ എദ്സരിയ നാച്ചർ എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കിയാണ് ഇത്തവണത്തെ ആഘോഷങ്ങൾ. ജനറൽ എന്റർടൈൻമെന്റ് അതോറിറ്റി ചെയർമാൻ തുർക്കി അൽഷെയ്ഖാണ് ചൊവ്വാഴ്ച ഇത് പ്രഖ്യാപിച്ചത്. സർക്കാർ, സ്വകാര്യ, ലാഭരഹിത സ്ഥാപനങ്ങൾക്കെല്ലാം ഒരുപോലെ ഉപയോഗിക്കാവുന്ന ഏകീകൃത മാനദണ്ഡമായാണ് ഈ പുതിയ ദൃശ്യരൂപം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. മാധ്യമങ്ങൾക്കും ആശയവിനിമയങ്ങൾക്കും കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിലൂടെ എല്ലാ പ്ലാറ്റ്ഫോമുകളിലും ആഘോഷ പരിപാടികളിലും ദേശീയ ദിനത്തിന്റെ സന്ദേശം ഒരേപോലെ പ്രതിഫലിപ്പിക്കാൻ ഈ സംരംഭം ലക്ഷ്യമിടുന്നു. സൗദിയുടെ ദേശീയ പ്രാധാന്യം ഉയർത്തിക്കാട്ടുന്നതിനൊപ്പം പൗരന്മാർക്കിടയിൽ അഗാധമായ ഐക്യബോധം വളർത്താനും ഇത് സഹായിക്കും. ധീരത, ദീർഘവീക്ഷണം, ആധികാരികത, നിശ്ചയദാർഢ്യം, ഔദാര്യം, ആതിഥ്യമര്യാദ തുടങ്ങിയ സൗദി സമൂഹത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളിൽ നിന്നാണ് ഈ ഡിസൈൻ പ്രചോദനം ഉൾക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ആരംഭിച്ച ഏകീകൃത ദൃശ്യശൈലിയുടെ തുടർച്ചയാണിത്. ആഘോഷങ്ങളുടെ പ്രാധാന്യത്തിന് അനുസൃതമായി പ്രൊഫഷണലും ഏകീകൃതവുമായ ഒരു സൗന്ദര്യശാസ്ത്രം നിലനിർത്താനാണ് ജനറൽ എന്റർടൈൻമെന്റ് അതോറിറ്റി ലക്ഷ്യമിടുന്നത്. വരാനിരിക്കുന്ന ആഘോഷങ്ങളിൽ രാജ്യത്തിന്റെ സാംസ്കാരികവും ദേശീയവുമായ ലക്ഷ്യങ്ങളോട് ചേർന്നു നിൽക്കുന്ന ദൃശ്യാവിഷ്കാരം ഉറപ്പാക്കാൻ ഈ ലോഗോ എല്ലാ ദേശീയ മാധ്യമങ്ങളിലും ഉപയോഗിക്കും. ടെഡ്രതിനു വേണ്ടി റിപ്പോർട്ട്. പെട്ടെന്നുണ്ടാകുന്ന വെള്ളപ്പൊക്ക ഭീഷണികളെ നേരിടാൻ ആധുനിക സാങ്കേതികവിദ്യയുമായി ഒമാൻ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സാറ്റലൈറ്റ് ചിത്രങ്ങൾ, ഡ്രോൺ സാങ്കേതികവിദ്യ എന്നിവ ദേശീയ അടിസ്ഥാന സൗകര്യങ്ങളുമായി സംയോജിപ്പിക്കാനാണ് ഒമാന്റെ തീരുമാനം. ടൈംസ് ഓഫ് ഒമാൻ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ദുരന്തസാധ്യതയുള്ള മേഖലകളിൽ തത്സമയ നിരീക്ഷണം ശക്തമാക്കാനും പ്രവചനങ്ങൾ മെച്ചപ്പെടുത്താനും അടിയന്തര രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും ഈ ഡിജിറ്റൽ സംവിധാനങ്ങൾ സഹായിക്കും. ഉയർന്ന റെസല്യൂഷനുള്ള സാറ്റലൈറ്റ് വിവരങ്ങൾ ഉപയോഗിച്ച് വെള്ളപ്പൊക്ക സാധ്യതയുള്ള പ്രദേശങ്ങൾ കൃത്യമായി അടയാളപ്പെടുത്താനും കാലാവസ്ഥാ വ്യതിയാനങ്ങൾ മുൻകൂട്ടി കണ്ട് ജനങ്ങൾക്ക് നേരത്തെ മുന്നറിയിപ്പ് നൽകാനും അധിഷ്ഠിത വിശകലനങ്ങളിലൂടെ സാധിക്കും. കനത്ത മഴയെ തുടർന്ന് കരമാർഗം എത്തിച്ചേരാൻ കഴിയാത്ത ഇടങ്ങളിൽ ഡ്രോണുകൾ ഉപയോഗിച്ച് നാശനഷ്ടങ്ങൾ വേഗത്തിൽ വിലയിരുത്താനും ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. ദുരന്തനിവാരണ രംഗത്ത് ഒമാൻ നടപ്പിലാക്കുന്ന ഈ മാറ്റം പ്രതിരോധ പ്രവർത്തനങ്ങളെ കൂടുതൽ കാര്യക്ഷമവും വിവരസാങ്കേതികവിദ്യയിൽ അധിഷ്ഠിതവുമാക്കും. ഗൾഫ് മേഖലയിൽ കാലാവസ്ഥാ വ്യതിയാനം വെല്ലുവിളികൾ ഉയർത്തുന്ന സാഹചര്യത്തിൽ നിർണായകമായ അടിസ്ഥാന സൗകര്യങ്ങൾ സംരക്ഷിക്കാനും പ്രകൃതിദുരന്തങ്ങൾ മൂലമുണ്ടാകുന്ന സാമ്പത്തിക ആഘാതം കുറയ്ക്കാനും ഈ നീക്കം സഹായിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കുന്നു. കൂടുതൽ കൃത്യതയോടെ വെള്ളപ്പൊക്ക ഭീഷണികൾ വിലയിരുത്താനും രക്ഷാപ്രവർത്തനങ്ങളുടെ സമയം ഗണ്യമായി കുറയ്ക്കാനും ഈ സംവിധാനങ്ങളിലൂടെ സാധിക്കുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ടെഡ്രതിനു വേണ്ടി റിപ്പോർട്ട്. സീറ്റിലിലെ ഒരു പ്രാദേശിക ഭക്ഷ്യമേളയിലുണ്ടായ വെടിവെപ്പിൽ കൊല്ലപ്പെട്ട 3 പേർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ കുടുംബാംഗങ്ങളും നാട്ടുകാരും തിങ്കളാഴ്ച ഒത്തുചേർന്നു. തങ്ങളുടെ സമൂഹത്തെയും സംസ്കാരത്തെയും ഏറെ സ്നേഹിച്ചിരുന്ന ഊർജ്ജസ്വലരായ വ്യക്തികളായിരുന്നു ഇവരെന്നാണ് പ്രിയപ്പെട്ടവർ ഇവരെ വിശേഷിപ്പിക്കുന്നത്. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന വൈകാരികമായ അനുസ്മരണ ചടങ്ങുകളിൽ ഇവർ ഓർമ്മിക്കപ്പെട്ടു. ബിബിസി റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഈ സംഭവം പ്രദേശവാസികളെ വലിയ ഞെട്ടലിലാഴ്ത്തിയിരിക്കുകയാണ്.
അക്രമത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളെക്കുറിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥർ തെളിവുകൾ ശേഖരിച്ചു വരികയാണ്. അന്വേഷണം തുടരുമ്പോൾ തന്നെ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കും വെടിവെപ്പ് നടന്ന സമയത്ത് അവിടെയുണ്ടായിരുന്ന സാക്ഷികൾക്കും ആവശ്യമായ സഹായങ്ങൾ നൽകുന്നതിനാണ് അധികൃതർ മുൻഗണന നൽകുന്നത്. പ്രാദേശിക പാചകരീതികൾ ആഘോഷിക്കാൻ ഉദ്ദേശിച്ചുള്ള മേള അപ്രതീക്ഷിതവും ദാരുണവുമായ സംഭവത്തോടെ അവസാനിച്ചത് വലിയ ജനക്കൂട്ടം പങ്കെടുക്കുന്ന പരിപാടികളിലെ സുരക്ഷയെക്കുറിച്ച് ഗൗരവമായ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. നഗര അധികൃതർ അനുശോചനം രേഖപ്പെടുത്തുകയും ദുഃഖകരമായ ഈ സാഹചര്യത്തിൽ സമൂഹം ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതിന്റെ ആവശ്യകത ഊന്നിപ്പറയുകയും ചെയ്തു. അന്വേഷണം പുരോഗമിക്കുമ്പോൾ ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പരിപാടികളുടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായി പരിശോധിക്കുമെന്ന് പ്രാദേശിക ഭരണകൂടം അറിയിച്ചു. നിലവിൽ കൊല്ലപ്പെട്ടവരുടെ ഓർമ്മകൾക്ക് ആദരമർപ്പിക്കുന്നതിനും ദുരന്തബാധിതർക്ക് പിന്തുണ നൽകുന്നതിനുമാണ് എല്ലാവരും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. വേണ്ടി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ ചൊവ്വാഴ്ച വൈറ്റ് ഹൌസിൽ വെച്ച് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തും. ഇറാനുമായുള്ള സംഘർഷം ആരംഭിച്ചതിനുശേഷം ഇരു നേതാക്കളും തമ്മിലുള്ള ആദ്യ നേരിട്ടുള്ള കൂടിക്കാഴ്ചയാണിത്. മേഖലയിലെ സംഘർഷങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്ന നിർണായക സാഹചര്യത്തിലാണ് ഈ കൂടിക്കാഴ്ച നടക്കുന്നത്. ബിബിസിയും അൽ ജസീറയും റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം നയപരമായ ഈ വിടവുകൾ നികത്തുന്നതിനും ഭാവിയിലെ സൈനിക, നയതന്ത്ര നീക്കങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായിരിക്കും ചർച്ചകളിൽ മുൻഗണന നൽകുക. ഇരു ഭരണകൂടങ്ങളും തമ്മിൽ ദീർഘകാലമായി സുരക്ഷാ സഹകരണം നിലനിൽക്കുന്നുണ്ടെങ്കിലും നിലവിലെ സൈനിക നടപടികളുടെ വ്യാപ്തിയെയും കാലാവധിയെയും ചൊല്ലി ഇരുപക്ഷവും തമ്മിൽ അഭിപ്രായ ഭിന്നതകളുണ്ടെന്ന് ഉദ്യോഗസ്ഥരുടെ പ്രസ്താവനകൾ സൂചിപ്പിക്കുന്നു. സംഘർഷം ലഘൂകരിക്കണമെന്ന അന്താരാഷ്ട്ര സമ്മർദ്ദം ശക്തമാകുമ്പോഴും ഇസ്രായേലിന്റെ സുരക്ഷാ ആവശ്യങ്ങളുമായി തങ്ങളുടെ പ്രാദേശിക ലക്ഷ്യങ്ങൾ ഒത്തുപോകുന്ന രീതിയിൽ ക്രമീകരിക്കാനാണ് വൈറ്റ് ഹൌസ് ശ്രമിക്കുന്നതെന്ന് നിരീക്ഷകർ വിലയിരുത്തുന്നു. സംഘർഷത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ ഈ കൂടിക്കാഴ്ച അതീവ പ്രാധാന്യമർഹിക്കുന്നു. ഇരു നേതാക്കളും ഒരേ നിലപാടിലേക്ക് എത്തുമോ അതോ നയപരമായ ഭിന്നതകൾ തുടരുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. മിഡിൽ ഈസ്റ്റിൽ യുദ്ധം മൂലമുണ്ടാകുന്ന മാനുഷികവും ഭൗമരാഷ്ട്രീയവുമായ പ്രത്യാഘാതങ്ങൾ രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ വരും ആഴ്ചകളിലേക്കുള്ള വ്യക്തമായ കർമ്മപദ്ധതി തയ്യാറാക്കാൻ ഇരു നേതാക്കളും കടുത്ത ആഭ്യന്തര, അന്താരാഷ്ട്ര സമ്മർദ്ദത്തിലാണ്. വേണ്ടി റിപ്പോർട്ട്. അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ സുരക്ഷാമാനുഷിക സാഹചര്യങ്ങൾ അതിവേഗം വഷളായിക്കൊണ്ടിരിക്കുന്നതിൽ ഐക്യരാഷ്ട്രസഭ അതീവ ആശങ്ക രേഖപ്പെടുത്തി. മേഖലയിൽ വർദ്ധിച്ചുവരുന്ന അക്രമങ്ങൾക്കെതിരെ യുഎൻ കടുത്ത മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. പലസ്തീൻ പൗരന്മാർക്കും അവരുടെ സ്വത്തുക്കൾക്കും നേരെ കുടിയേറ്റക്കാർ നടത്തുന്ന ആക്രമണങ്ങൾ വർദ്ധിക്കുന്നതിനെ യുഎൻ റിപ്പോർട്ടിൽ ഐക്യരാഷ്ട്രസഭ ശക്തമായി അപലപിച്ചു. നിലവിലെ സംഭവവികാസങ്ങൾ മേഖലയിലെ സ്ഥിരതയെ തകർക്കുന്നതാണെന്നും ഇതിനകം തന്നെ ദുർബലമായ സാഹചര്യത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നുണ്ടെന്നും യുഎൻ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടി. അക്രമങ്ങൾ തുടരുന്നത് വലിയൊരു അസ്ഥിരതയിലേക്ക് നയിക്കുമെന്നും ഇത് തടയാൻ അന്താരാഷ്ട്ര സമൂഹം അടിയന്തരമായി ഇടപെടണമെന്നും റിപ്പോർട്ട് ആവശ്യപ്പെടുന്നു. എല്ലാ കക്ഷികളും പരമാവധി സംയമനം പാലിക്കണമെന്നും അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിച്ച് സാധാരണക്കാരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും ഐക്യരാഷ്ട്രസഭ ആവർത്തിച്ചു. വെസ്റ്റ് ബാങ്കിൽ പലസ്തീൻ ജനതയുടെ ദൈനംദിന ജീവിതത്തെയും സഞ്ചാര സ്വാതന്ത്ര്യത്തെയും ബാധിക്കുന്ന നിയന്ത്രണങ്ങളും ഏറ്റുമുട്ടലുകളും വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് ഈ മുന്നറിയിപ്പ്. സംഘർഷങ്ങൾ കുറയാനുള്ള ലക്ഷണങ്ങൾ കാണാത്ത സാഹചര്യത്തിൽ സാധാരണക്കാരുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകി സ്ഥിതിഗതികൾ യുഎൻ നിരീക്ഷിച്ചുവരികയാണ്. അക്രമങ്ങളുടെ മൂലകാരണങ്ങൾ കണ്ടെത്തി പരിഹരിക്കുന്നത് മാത്രമാണ് വെസ്റ്റ് ബാങ്കിൽ സമാധാനവും സുരക്ഷയും പുനഃസ്ഥാപിക്കാനുള്ള ഏക മാർഗമെന്നും ഐക്യരാഷ്ട്രസഭ വ്യക്തമാക്കി. വേണ്ടി യൂറോപ്യൻ ഫുട്ബോളിന്റെ ഭരണസമിതിയായ ഫിഫയുടെ പുതിയ സാമ്പത്തിക നയനിർദ്ദേശങ്ങൾക്കെതിരെ ശക്തമായ എതിർപ്പുമായി രംഗത്ത്. ഫിഫ് ലോകകപ്പ് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര ടൂർണമെന്റുകളിൽ വൻതോതിൽ സ്വകാര്യ നിക്ഷേപം സ്വീകരിക്കാനുള്ള ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോയുടെ പദ്ധതിക്കെതിരെ യുവേഫ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയതായി ബിബിസി റിപ്പോർട്ട് ചെയ്യുന്നു. ഈ നീക്കം ഫുട്ബോളിന്റെ നിലവിലെ ഘടനയെ തന്നെ മാറ്റിമറിക്കുമെന്നും ആഗോള ഫുട്ബോളിന്റെ ഭരണസംവിധാനത്തെ ദുർബലപ്പെടുത്തുമെന്നും യുവേഫ ആശങ്കപ്പെടുന്നു. ഗെയിമിന്റെ ദീർഘകാല നിലനിൽപ്പിനും വളർച്ചയ്ക്കും പുതിയ വരുമാന സ്രോതസ്സുകൾ അത്യാവശ്യമാണെന്നാണ് ഫിഫയുടെ വാദം. എന്നാൽ സ്വകാര്യ നിക്ഷേപം ടൂർണമെന്റുകളുടെ വിശ്വാസ്യതയെ ബാധിക്കുമെന്ന് യുവേഫ മുന്നറിയിപ്പ് നൽകുന്നു. ഫുട്ബോളിന്റെ വാണിജ്യവൽക്കരണത്തെ ചൊല്ലി ഇരു സംഘടനകളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ഇതോടെ കൂടുതൽ രൂക്ഷമായിരിക്കുകയാണ്. അന്താരാഷ്ട്ര കായിക മത്സരങ്ങളിൽ സ്വകാര്യ മൂലധനത്തിന്റെ സ്വാധീനത്തെക്കുറിച്ച് വലിയ ചർച്ചകൾക്കാണ് ഇത് വഴിവെച്ചിരിക്കുന്നത്. ഈ നിക്ഷേപ മാതൃക എങ്ങനെ നടപ്പിലാക്കുമെന്നതിനെക്കുറിച്ച് ഫിഫ ഇതുവരെ വ്യക്തമായ വിശദീകരണം നൽകിയിട്ടില്ല. ഇതോടെ ലോകകപ്പിന്റെ പരമ്പരാഗത സംഘടനാ രീതികളെ ഈ മാറ്റം എങ്ങനെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് വിവിധ രാജ്യങ്ങളിലെ ഫുട്ബോൾ അസോസിയേഷനുകൾ. കൂടുതൽ വാർത്തകളുമായി തുടരുക. ഇന്നത്തെ ആഗോള വാർത്തകളുടെ ഈ കൃത്യമായ അപ്ഡേറ്റിലേക്ക് സ്വാഗതം.
വിശ്വസനീയമായ വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപേ സത്യസന്ധത ഉറപ്പുവരുത്തുന്നു.